ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ECILൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. പെർമനൻറ്റ് ജോലിയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അതുകൊണ്ട് വിട്ട് കളയേണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, സിലബസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നമ്മൾ പലരും അറിയാതെ പോകുന്ന കാര്യങ്ങളാണ്. മാക്സിമം നിങ്ങൾ ഗ്രൂപ്പുകളോ വാട്സാപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ ആക്കി മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതിനായിട്ട് ഡെയിലി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കയറിയിട്ട് കാണാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOCL എജുലാൻഡ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ഈ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയ് മന്തിലെ ജോബ്സ് ആണ് PDF ഫയലുകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡബിൾ PDF ഫയലുകളാണ്. ഇതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ്, എയർപോർട്ട് ജോബ്സ് നിങ്ങൾക്ക് ക്യാബിൻ ക്രൂ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഗ്രൗണ്ട് ഡ്യൂട്ടി ഒക്കെ ഉണ്ട് കേട്ടോ, ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോബ് ഫെയർ, അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ട് വർക്ക് ഫ്രം ഹോം ജോബ് 6 ആയിലം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറി ഉള്ള ജോബ് ഇതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ജോബ്സ് ആണ് പ്രധാനമായിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് PDF-ൽ അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ്, മെയ് മാസത്തിലെ വേക്കൻസികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം, നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് കാണാൻ അഡ്വർടൈസ്മെന്റ് നമ്പർ 6/2025, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം അഡ്വർടൈസ്മെന്റ് നമ്പർ 7/2025. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേൽ വന്നിരിക്കുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. GET നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കും. പെർമനൻറ്റ് വേക്കൻസിയാണ്. ട്രെയിനി എന്ന് കേട്ടിട്ട് നിങ്ങൾ ആകേണ്ട, പെർമനൻറ്റ് വേക്കൻസിയാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് രണ്ടാമത്തത്. 7/2025 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 2 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് 16-ാം തീയതി, അതായത് 16/5/2025 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ്. വിവിധ ട്രേഡുകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ITI കഴിഞ്ഞവർക്കും അതുപോലെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്കൊക്കെ സ്കീമുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഈ പറയുന്ന ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ 6/2025 പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ പറയും. അതുകൊണ്ട് ആവശ്യമുള്ളവർ അങ്ങനെ സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ECILൻ്റെ വിവിധ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്, അതായത് ഹൈദരാബാദാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടെ വേക്കൻസി ഉണ്ട്. പിന്നെ അതിൻ്റെ സോണൽ, അതുപോലെ ബ്രാഞ്ച്, സൈറ്റ് ഓഫീസ് ലൊക്കേറ്റഡ് അക്രോസ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സൈറ്റുകളിലേക്കും വിവിധ ബ്രാഞ്ചുകളിലേക്കും വിവിധ സോണൽ ഏരിയയിലേക്കും അതുപോലെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും. അത് മാത്രമല്ല വിവിധ മാനുഫാക്ചറിങ്, ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അത് പ്രൊജക്റ്റ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലയിലേക്കാണ് ഇതിൽ ഈ പറയുന്ന വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ആദ്യം തന്നെ നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് 27 ഏജ് ലിമിറ്റ് വരുന്നത്. 30/4/2025 കണക്കാക്കിയാണ് നിങ്ങൾ ഏജ് കണക്കാക്കേണ്ടത്. അപ്പോൾ 27 കഴിയാൻ പാടില്ല. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ പോസ്റ്റ് വൈസ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി നിങ്ങൾക്ക് CL നമ്പർ ഇവിടെ കാണാം, പോസ്റ്റ് കാണാം, ഡിസിപ്ലിൻ കാണാം, നമ്പർ ഓഫ് വേക്കൻസി കാണാം, ദെൻ ക്വാളിഫിക്കേഷൻ കാണാം, സ്കെയിൽ ഓഫ് പേയും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ വിളിച്ചിരിക്കുന്ന ഡിസിപ്ലിന് ECE ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ E&A ഉണ്ട്. ഇനി അവസാന വർഷം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ ജൂനിയറോ ആരെങ്കിലൊക്കെ ഉണ്ട് അവരൊക്കെ മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്, CSE ഉണ്ട്, IT ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേക്കൻസി ഇവിടെ കാണാം. എത്ര വേക്കൻസി ഉള്ള കാണാം. EEE, അതുപോലെ ഇലക്ട്രിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, കെമിക്കൽ ഉണ്ട്. അങ്ങനെ 80 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. 4 ഇയർ ഡ്യൂറേഷൻ ഉള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മിനിമം വേണമെന്നുള്ളതാണ്. എന്നാൽ SC/STക്ക് റിലാക്സേഷൻ ഞാൻ പറയാം. അപ്പോൾ 60% മിനിമം മാർക്ക് വേണം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ 60% മാർക്ക് മിനിമം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഡിസിപ്ലിനിലാണ് ഇവിടെ പറഞ്ഞത്, ഈ അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വർഷം ഡ്യൂറേഷൻ ഉള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 40,000 മുതൽ 1,40,000 അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിൻ്റെ കോമ്പിനേഷനിൽ അല്ലെങ്കിൽ അലൈഡ് ബ്രാഞ്ചൊക്കെ പഠിച്ചവരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ കാര്യങ്ങളിവിടെ വ്യക്തമായിട്ട് ഒരു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഡ്യുവൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഡിഗ്രി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള രീതിയിലോ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിൻ്റെ ആ ഒരു കോമ്പിനേഷനിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെയിനായിട്ട് ഈ
പറഞ്ഞിരിക്കുന്നത് കോർ ഡിസിപ്ലിൻ ആണ്, മെയിൻ ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഈ ഒരു മെയിൻ ഡിസിപ്ലിൻ തന്നെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ അല്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ ഇയറിലോ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലോ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഫൈനൽ എക്സാം, അതായത് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിലേക്ക് വരുന്നതിന് മുൻപുള്ള സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നിങ്ങൾ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങളിപ്പം 8 സെമസ്റ്റർ ആണല്ലോ ഉണ്ടാകുക അല്ലേ. ആ 8 സെമസ്റ്ററിൽ നിങ്ങൾ ഈ പറയുന്ന 6ാമത്തെ സെമസ്റ്റർ നിങ്ങൾ 6ാമത്തെ സെമസ്റ്റർ വരെ അല്ലെങ്കിൽ 7ാമത്തെ സെമസ്റ്റർ വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ 7ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ മിനിമം 60% കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ പ്രീ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രീ ഫൈനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന 4th ഇയർ അല്ലെങ്കിൽ നിങ്ങളെ 4th ഇയറിലെ ലാസ്റ്റ് സെമ്മിലുള്ള എക്സാമിനേഷൻ്റെ തൊട്ട് മുൻപ് ഏതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ ആ കംപ്ലീറ്റ് ചെയ്ത് വരെയുള്ള ടോട്ടൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് മിനിമം 60% ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അത് ബാധകമാണ്. പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഒരു ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കണ്ടീഷൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഇല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, ഇനി അതും ഇല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്കത് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം നമ്മുടെ കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 മാസത്തെ പ്രോസസ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരും അപ്ലൈ ചെയ്തിട്ട് എന്തായാലും എക്സാമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇനി ആ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിലേക്ക് ആ സമയത്ത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം പ്രൂഫിന്. അതല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, അവർ റിജക്റ്റ് ആക്കും. കാരണം നമ്മൾ ക്വാളിഫൈഡ് അല്ല എന്ന് പറയും, കാരണം നമ്മളപ്പോൾ പാസ് ഔട്ട് ആയിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ട്രെയിനി ഓഫീസറായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ആദ്യം പോസ്റ്റ് ചെയ്യുക. 40,000 മുതൽ 1,40,000 ആ സ്കെയിലാണ്. പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളി ഒരു 1 ഇയർ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓഫീസർ എന്ന് പറയുന്ന സ്കെയിലിലേക്കാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഈ പറയുന്ന സെയിം സ്കെയിൽ തന്നെയാണ്. പിന്നെ ഒട്ടനവധി DHR അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളും എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ റിസർവേഷൻ വൈസ് വാക്കൻസീസ് ആണ്. ജനറലിൽ നിങ്ങൾക്ക് 38, EWSന് 8, OBCക്ക് 22, SCക്ക് 10, STക്ക് 2 ഇങ്ങനെയാണ് വേക്കൻസി. അതിൽ തന്നെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ വൈസ് റിസർവ് വേക്കൻസി ഇവിടെ കാണാം കേട്ടോ. അത് നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങളുടെ റിസർവ് വേക്കൻസിയിൽ ഇല്ലെങ്കിലും എല്ലാ പോസ്റ്റിനും ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാൻഡിഡേറ്റ്സിന് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ റിസർവ് വേക്കൻസി ഇല്ലാതിരിക്കണ്ട, ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ റിലാക്സേഷൻ പറഞ്ഞു. SC/STക്ക് 5 വർഷം, OBCക്ക് 3 വർഷം, PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാന് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞു SC/ST ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് മതി കേട്ടോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്. ഓക്കെ, ഇനിയിപ്പം മറ്റുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 60% മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമും പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം വരുന്നത് 85 ആണ് കേട്ടോ. അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ വെയിറ്റേജ് കണക്കാക്കുമ്പോൾ 85% നമുക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ അതിനാണ് മാർക്ക് വരുന്നത്. ബാക്കി 15 വരുന്നത് നമ്മുടെ ഇൻ്റർവ്യൂവിനാണ് ഉണ്ടായിരിക്കും കേട്ടോ ആ വെയിറ്റേജ് വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സെൻറ്റർ നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി, കൽക്കത്ത ആണ്. നമ്മുടെ കേരളത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ഉണ്ടാകുക. ഒന്ന് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് ലഭിക്കുക. തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെ GK മറ്റ് കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. നിങ്ങളുടെ ഏതാണോ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻ നിങ്ങളെ കോർ സബ്ജക്റ്റ് ഏതാണോ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കാനാണ് അവർ പറയുന്നത്. മറ്റു ഡീറ്റെയിൽ സിലബസോ കാര്യങ്ങളോ ഒന്നും അവർ തന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഏതാണോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എഞ്ചിനീയറിംഗിന് പഠിച്ച കാര്യങ്ങൾ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ഏതെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുള്ള ബുക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയും പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ഡിസിപ്ലിൻ റിലേറ്റഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മുടെ ഇവിടെ ഒന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ടെലഗ്രാമിൽ ഇടാം കേട്ടോ, ജോയിൻ ചെയ്തോളൂ. ഇനി അടുത്തത് OBC കാൻഡിഡേറ്റ്സ്, ജനറൽ കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഇവർക്ക് 1000 രൂപ ഫീ ഉണ്ട്. ഫീ അടയ്ക്കേണ്ടത് നമ്മൾ ഈ SBI കളക്റ്റിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ATM കാർഡ്, നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ടും, നിങ്ങളെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് UPI വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാം കേട്ടോ. എന്നാൽ SC/ST, PWD അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിവിധ ഓഫീസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ എവിടെ വേണമെങ്കിലും നമ്മളെ പോസ്റ്റ് ചെയ്യാം, പ്രൊജക്ട് ഏരിയാസ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മളതിന് വില്ലിംഗ് ആയിരിക്കണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ്. അത് എങ്ങനെയാണെന്നുള്ളത് വിശദമാക്കാൻ വീഡിയോയുടെ അവസാനം ഞാൻ മറ്റേ നോട്ടിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം. അത് രണ്ടിൻ്റെയും ഡേറ്റ് ഒക്കെ സെയിം ആണ്. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/5, ക്ലോസിംഗ് ഡേറ്റ് 5/6 കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഫീ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ 2 നോട്ടിഫിക്കേഷൻ ഇവിടെ കോമൺ ആയിട്ട് പറയാം. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ശരിക്കും നമ്മൾ ഒരു വീഡിയോയിൽ 2 നോട്ടിഫിക്കേഷൻ, അത് ഞാനിവിടെ ഇതിൽ എഡിറ്റിംഗ് ഒന്നും ഇടുന്നില്ല. നമ്മൾ 2 നോട്ടിഫിക്കേഷനൊക്കെ പറയാമെന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും ബ്രീത്ത് ചെയ്യാൻ തന്നെ. കാരണം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ലോ ആക്കി അങ്ങനെയൊക്കെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തെടുക്കാം. ഇത് എന്തുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം നല്ലൊരു HD ക്വാളിറ്റിയിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ പെയ്ഡ് സോഫ്റ്റ്വെയർ ഒന്നല്ല ഉപയോഗിക്കുന്നത്. പെയ്ഡും കാരണം വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ വലിയ എമൗണ്ടാണ്, വലിയ ടൈമാണ് നമ്മളതിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഡയറക്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് വേണം. ഇപ്പോൾ ഇത് ഞാൻ 2 വീഡിയോ ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഏറ്റവും ഗ്രോത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 നോട്ടിഫിക്കേഷനായിട്ട് ചെയ്യുന്നതൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക. 2 ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും മറ്റേ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒറ്റ സ്ട്രെച്ചിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ലൈക്കും ഷെയറും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് 7/5/2024 നോട്ടിഫിക്കേഷൻ നമ്പർ ടെക്നീഷ്യൻ്റെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും, അതായത് ഹൈദരാബാദാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. പിന്നെ അതിൻ്റെ സോണൽ ഓഫീസിലേക്കും പ്രൊജക്ട് സൈറ്റിലേക്കും ഒക്കെയാണ് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലായിട്ട് നമുക്ക് പോസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പേ സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 20,480 ആണ്. പിന്നെ അട്ടനത് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നെയിം ഓഫ് ദ പോസ്റ്റ് വരുന്നത് കാണാം. അതൊക്കെ പെർമനൻറ്റ് വേക്കൻസി ആണ് കേട്ടോ. ഇലക്ട്രോണിക്സ് മെക്കാനിക് 11 വേക്കൻസി, ഫിറ്റർ 7 വേക്കൻസി, മെഷീനിസ്റ്റ് 7 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 7 വേക്കൻസി. വേക്കൻസിയുടെ എണ്ണം നോക്കണ്ട, നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ ടേർണർ 5 വേക്കൻസി, ഷീറ്റ് മെറ്റൽ 2 വേക്കൻസി, വെൽഡർ 2 വേക്കൻസി, കാർപ്പൻ്റർ 2, പെയിൻറ്റർ 2, 45 വേക്കൻസി ടോട്ടൽ. ഏജ് ലിമിറ്റ് 27 എന്നാണ്. 30/4/2025 കണക്കാക്കി 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ 32 വയസ്സ് വരെ, PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. 2 രീതിയിൽ ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒന്ന് SSLC പാസ്സായിരിക്കുക അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITA വേണം. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾക്ക് ITA വേണം. അത് നിർബന്ധമാണ്. ITA നിങ്ങൾ കഴിഞ്ഞിരിക്കണം. വിത്ത് NAC കണ്ടോ അവിടെ, അതാണ് ഞാൻ ഈ അപ്രൻറ്റിഷിപ്പ് ചെയ്യണം എന്ന് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ടായിരുന്നു. വിത്ത് NAC ഇത് മാൻഡറ്ററി ആണ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ 2 രീതിയിലാണ്. ഇനി NAC ഇല്ലാതെ, അതായത് അപ്രൻറ്റിഷിപ്പ് ഇല്ലാതെ ഇതിൽ അപ്ലൈ ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഇവിടെ എഴുതി കാണിക്കാം. നിങ്ങൾക്ക് SSLC, ഓക്കെ, ഒന്ന് SSLC നമ്മൾ പാസ്സായിരിക്കണം, 10th പാസ്സായിരിക്കും. പ്ലസ് ITA ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകൾ നിങ്ങൾ ITA പാസ്സായിരിക്കണം. അത് കൂടാതെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ വേറെ രീതി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിൽ NAC ഉണ്ടായിരിക്കണം, അപ്രൻറ്റീഷിപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, മുകളിൽ 1 എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇല്ല. ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ SSLC. ഓക്കെ, SSLC പ്ലസ് ഏതെന്ന് നോക്കണ്ട കേട്ടോ, മൗസ് ഉപയോഗിച്ചിട്ടാണ്. പ്ലസ് ITI പ്ലസ് ഈ പറയുന്ന ട്രേഡിൽ ITI പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റിഷിപ്പിന് പകരമായിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് മതി. ഓക്കെ, അതത് ട്രേഡുകളിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ SSLC പ്ലസ് ITA പ്ലസ് NAC വെച്ച് അപ്ലൈ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ SSLC പ്ലസ് ITA പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതത് ട്രേഡുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. 20,480 ആണ് സ്കെയിൽ. പിന്നെ ഇൻക്രിമെൻ്റ് ഉണ്ടാവും 3% ഇട്ടോ ആനുവലി. പിന്നെ അതോടൊപ്പം തന്നെ DHR മറ്റൊട്ടനവധി ബെനിഫിറ്റ്സും അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. SC/ST OBC റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൂടെ കാണാം നിങ്ങൾക്ക്. ജനറൽ 20, EWS 4, OBC 18, SC 2, ST 1 വേക്കൻസി. ഇനി ട്രേഡ് വൈസ് റിസർവ് വേക്കൻസീസും കാണാം. എല്ലാ ട്രേഡിലും ജനറൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റിസർവ് വേക്കൻസിയിൽ ഇല്ലെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യട്ടോ. ഇനി ഏജ് റിലാക്സേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. SC/ST OBC PWD എക്സ് സർവീസിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 സ്റ്റേജാണ്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ ഒന്ന് ട്രേഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ഇതിലുണ്ടാവില്ല. എന്നാൽ നമ്മുടെ മറ്റ് എഞ്ചിനീയർ ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് ഉണ്ടായത്, ട്രേഡ് ടെസ്റ്റ് അല്ല. അപ്പോൾ ഇതിലെ നേരെ തിരിച്ചാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവുക. പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് 85
15 ഓക്കെ. അതിൻ്റെ 85-15 എന്ന് പറയുമ്പം നമുക്ക് ടെസ്റ്റിന് 85, ട്രേഡ് ടെസ്റ്റിന് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് 85, മറ്റേ ട്രേഡ് ടെസ്റ്റിന് 15 എന്നുള്ള വെയിറ്റേജ് ആണ് വരുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെൻറ്റർ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ, ന്യൂഡൽഹി, കൊൽക്കത്തയാണ്. ഇനി അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒന്ന് ശരിയായാൽ 1 മാർക്ക്, തെറ്റാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. ഇനി ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾ വേറെ എവിടെയും തിരഞ്ഞുകൊണ്ട GK മറ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അതത് ITI ട്രേഡ് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാം. ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഹൈദരാബാദിലായിരിക്കും കേട്ടോ സെൻറ്റർ ഉണ്ടാകുക. അവിടെ പോകേണ്ടി വരും. അത് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ റീഫണ്ടൊക്കെ ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മളിതിലേക്ക് ജനറൽ ഇൻസ്ട്രക്ഷനിൽ ഇതിൻ്റെ ഫീ ആണ്, ടെക്നീഷ്യൻ്റെ ഫീ 750 ആണ്. മറ്റേ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ 1000 ആയിരുന്നു. ഇതിൽ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് 750 കൊടുക്കണം. SC ST PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം, എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2 പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം കേട്ടോ, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഈ 2 പോസ്റ്റിലേക്കും, അതായത് ടെക്നീഷ്യൻ ആണെങ്കിലും ഗ്രാജുവേറ്റ് ട്രെയിനി ആണെങ്കിലും, എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിലും, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിലും, നിങ്ങൾ ടെക്നീഷ്യൻ ആണെങ്കിലും, 2ലേക്കും നിങ്ങൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ പഴയ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് പുതിയത് എടുക്കുക കേട്ടോ നിങ്ങൾ. പിന്നെ അതിൻ്റെ പാസ്പോർട്ട് സൈസിൻ്റെ റേഷ്യോ 4:3 എന്ന് പറയുന്ന സെൻറ്റിമീറ്റർ, ആ ഒരു രീതിയിലായിരിക്കും ഡയമെൻഷൻ. പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് 100 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. സിഗ്നേച്ചർ ആണെങ്കിൽ 50 KB ഫയൽ സൈസ് കൂടാൻ പാടില്ല. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 16/5 ക്ലോസിംഗ് ഡേറ്റ് 5/6/2025 ഓക്കെ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് 2 നോട്ടിഫിക്കേഷനും, അതായത് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ടെക്നീഷ്യനിലേക്കും എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ GOC അല്ലെങ്കിൽ ജിലാൻഡ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ പേജിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. ഇവിടെ കാണാൻ ലേറ്റസ്റ്റ് ജോബ്സ് ECIL റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി ഇതിവിടെ കണ്ടിട്ടില്ലേതാ, ഇതിൻ്റെ അടിയിലോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിൽ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്കത് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതിൽ ECIL എന്ന് അടിച്ചെടുത്താൽ നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും. കാരണം പുതിയ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് താഴോട്ട് പോകട്ടോ. പിന്നെ ഇവിടെ കാണാതാവും. ഇവിടെ 5 പോസ്റ്റ് ഇവിടെ ഷോ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ECIL റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പേജ് ഓപ്പൺ ആയി വന്നു, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലോഡിംഗ് ആണ്. പേജ് ഓപ്പൺ ആയി വന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റാണ്, നോട്ടിഫിക്കേഷനാണ്. 2ാമത്തെ ലിങ്കാണ് GET എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെതും ടെക്നീഷ്യൻ മോളിൽ, ദെൻ GETൻ്റെ ആണെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് GET എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെക്നീഷ്യൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ നോക്കുക കേട്ടോ, ടെക്നീഷ്യൻ എന്നാണോ വന്നത് നോക്കണം. എന്താ ഇവിടെ എഴുതി കാണിക്കും കേട്ടോ, ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അഡ്വർടൈസ് നമ്പർ 7/2025 ഇവിടെ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇവിടെ നിന്ന് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് SBI കളക്ട് പ്രൊസീജിയർ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ, ഞാൻ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. ഇനി അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് QR കോഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് Google Pay ഒക്കെ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് ഫീ അടയ്ക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും താഴെ കാണാൻ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നിങ്ങൾ കാണാം ടെമ്പററി ID, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപേക്ഷ എന്തെങ്കിലും കാരണത്താൽ ഫെയിലായി പോയാൽ നമുക്കത് വീണ്ടും എടുക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ ആണെങ്കിൽ 7 അല്ലേ, അതൊന്നും ഇവിടെ ഉറപ്പ് വരുത്താം. നിങ്ങൾക്ക് ഇവിടെ 7/2025 ടെക്നീഷ്യൻ ആണെങ്കിൽ അതവിടെ സെലക്ട് ചെയ്യാം. ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ടെക്നീഷ്യൻ ഗ്രേഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
NAC വെച്ചിട്ടാണോ ഇനി എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ? NAC എന്ന് പറഞ്ഞാൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണോ, അതായത് SSLC പ്ലസ് ITI പ്ലസ് NAC വെച്ചിട്ടാണോ, ഇനി SSLC പ്ലസ് ITI പ്ലസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണോ? ഏതാണോ വിചാരിച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനുള്ള ഫോം കാര്യങ്ങൾ ഓപ്പൺ ആയി. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, വലിയ ഫോമാണ്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺടാക്ടർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടിവിയിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ള വീഡിയോയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ റീപ്രിൻ്റ് എടുക്കാൻ നമ്മുടെ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ നമുക്ക് അഥവാ നമ്മൾ പ്രിൻ്റ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ക്ലിക്ക് ചെയ്യാർ റീപ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യാർ റീപ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് അത് റീപ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് GET അതായത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അതിൻ്റെ നമ്മൾ ഓപ്പൺ ആക്കുന്നു. ഇതേപോലെ ഇതേ സെയിം രീതിയിൽ തന്നെ അവിടെ കാണിക്കാൻ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഇവിടെ അഡ്വർടൈസ് നമ്പർ കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യാർ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ നമുക്കിതാ ഇവിടെ ടെമ്പററി ID ഇത് നമ്മൾ കൊടുക്കേണ്ട. അഥവാ നിങ്ങളുടെ അപേക്ഷ എന്തെങ്കിലും ഫെയിലായി പോയാൽ അത് നിങ്ങൾക്ക് ടെമ്പററി ID വന്നിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് നിങ്ങൾക്ക് അത് റീസ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് റിട്രീവ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇവിടെ കാണാം അത് അഡ്വർടൈസ് നമ്പർ ഇവിടെ ഏതാണ്, ഇപ്പോൾ നമ്മൾ 6/2025 അത് വരിക. ഏത് പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അപേക്ഷ ഫോം അവിടെ ഓപ്പൺ ആയി വരും. ഇതങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്ത് പോവാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഫീ അടയ്ക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഫീ അടയ്ക്കാൻ എല്ലാത്തിലും SBI പ്രൊസീജിയർ ഉണ്ട്, SBI കളക്ട് പേയ്മെൻറ്റ് ലിങ്ക് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ തന്നെ എനിക്ക് ലിങ്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാം. നേരെ SBI ബാങ്കിൻ്റെ SBI കളക്റ്റിലേക്കാണ് പോവുക. ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഈ രീതിയിലല്ല, ഇനി നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ എന്ത് ചെയ്താൽ ആ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാണാം അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ സെയിം ലിങ്കിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അഡ്രസ്സ് ചെക്ക് ചെയ്യണം. ഹൈദരാബാദ് 5006 ഉറപ്പ് വരുത്തണേ നിങ്ങൾ ഇതന്നെയാണ് വന്നതെന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ കൊടുത്ത ആ ലിങ്ക് തന്നെയാണ് എങ്കിൽ നമ്മളത് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. പേയ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അനി ഇവിടെ പേയ്മെൻറ്റ് കാറ്റഗറി ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 6/2025 ടെക്നീഷ്യൻ ആണെങ്കിൽ 7/2025, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ആണെങ്കിൽ 6/2025. ഏതിനാണ് നിങ്ങൾ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജിൽ നിന്ന് ലോഡാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് ഇവിടെ എഴുതണം. ഇനി ഇവിടെ നിങ്ങൾ ഏത് ഫിറ്റർ ആണോ മെഷീനിസ്റ്റ് ആണോ ഏതാണെന്ന് നിങ്ങൾ അതിനനുസരിച്ച് അവിടെ സെലക്ട് കൊടുക്കുക. ബാക്കി മൊബൈൽ നമ്പർ ബേസിക് ഡീറ്റെയിൽസ് ആണ്. പിന്നെ റിമാർക്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ്. ഇത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ ചെയ്ത് പോയാൽ മതി. നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ATM ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. നിങ്ങളുടെ ഗൂഗിൾ പേ UPI പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇത്രയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇവിടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു.